ഇന്നലെ വായിച്ച് അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം. വദകേന കഥം കുത്ര കഥാ കിമിവ രോധ്യത്തെ സർവഗസ്ത്വഥ സർവാത്മാ യത്ര ഭാതി യഥാ യഥ. പറയൂ രാമ, ആരാൽ, എപ്രകാരം, എവിടെ, എപ്പോൾ, എങ്ങനെയാണ് ഈ പരമാത്മാവ് പ്രതിരോധിക്കപ്പെടുന്നത്? ഇതിനെ തടസ്സം ചെയ്യാൻ, ഇതിൻ്റെ സങ്കല്പത്തെ മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ ഇതിൽ പൊന്തുന്ന സങ്കല്പങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ ആർക്കും സാധ്യമല്ല. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇച്ഛ നടക്കും. മനുഷ്യർ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ ഇത് ചെയ്താലും ഈശ്വരേച്ഛ മാത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. സർവഗസ്ത്വഥ സർവാത്മാ, ഈ പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം സർവവ്യാപകമാണ്, എല്ലാമായി തീർന്നിരിക്കുന്നതാണ്. അതല്ലാതെ മറ്റൊന്നുമില്ല. സകലതിലും വ്യാപിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പോലും പൂർണ്ണമായി ശരിയല്ല. എല്ലാമായി തീർന്നിരിക്കുന്നത് ഇതാണ്. എത്ര ഭാതി യഥാ യഥ, അത് എവിടെ എങ്ങനെ തന്നെ പ്രകടമാക്കുന്നുവോ അത് അങ്ങനെ അവിടെ പ്രകടമാകും. എന്ന് പറഞ്ഞാൽ അതിന് പറ്റാത്തതായി ഒന്നുമില്ല. ഏതു ഭാവത്തിലും പ്രകടമാകാൻ കഴിവുള്ള ഉണ്മയാണ് ഈ ആത്മതത്വം. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി 12ാമത്തെ ശ്ലോകം വായിക്കാം. തഥാ ഭാതി തഥാ തത്ര സർവാത്മനി കിമസ്തിനോ അതീതം വർത്തമാനം ച ഭവിഷ്യത് സ്ഥൂലമപ്യണു. സർവവ്യാപിയും സർവാത്മാവുമായ ഈ പരമാത്മാവ് എവിടെ, എപ്പോൾ, എങ്ങനെ തന്നെ പ്രകടമാക്കുന്നുവോ അവിടെ, അപ്പോൾ, അങ്ങനെ അത് പ്രകടമാകുന്നു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും രാമ എന്നാണ്. നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സർവേശ്വരൻ്റെ സ്വതന്ത്രമായ ശക്തി പ്രകടനമാണ് മായ. ആ മായയെ നിരോധിക്കാനോ മാറ്റിമറിക്കാനോ ആർക്കും സാധ്യമല്ല. മായയിൽ പൊന്തിയവരാണ് ജീവന്മാർ. മായയിൽ പൊന്തുന്നവയാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ഈ സത്യം മനസ്സിലാക്കിയ നമ്മളിവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ ഞാനെന്തോ മലമറിച്ച് കളയും എന്നാണ് പലരുടെയും ധാരണ. ഒന്നും നടക്കില്ല. നടക്കേണ്ടത് നടക്കും. ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല. നടത്തേണ്ടവൻ അല്ലെങ്കിൽ നടത്തുന്നവൻ എന്ത് തീരുമാനിച്ചിരിക്കുന്നോ അത് നടക്കും. അത് മാത്രമേ നടക്കൂ. അങ്ങനെ മനസ്സ് ശാന്തമാകണം. ഇങ്ങനെയാണ് നമ്മൾ സ്വസ്ഥത നേടേണ്ടത്. സങ്കല്പങ്ങളെ നിരോധിക്കുകയൊന്നും വേണ്ട. അങ്ങനെയൊന്നും മനസ്സടങ്ങിത്തരില്ല. ഈ സത്യം, പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മത്തിലെ നിയമങ്ങൾ, അത് ആരെഴുതി വെച്ചു, എപ്പോൾ എഴുതി വെച്ചു, ഏത് നിയമസംഹിതയാണ്, ഇതൊന്നും ചോദിക്കരുത്. ഈ ബ്രഹ്മം അനാദിയായി നിലനിൽക്കുന്ന സത്യമാണ്. അതിൽ ചില നിയമങ്ങളുണ്ട്. അതിനെയാണ് കർമ്മ നിയമങ്ങൾ എന്ന് പറയുന്നത്. അല്ല, കർമ്മം മിഥ്യയല്ലേ? മിഥ്യയാണെങ്കിലും ആ മിഥ്യ പ്രകടമാകുന്നത് ചില പ്രത്യേക നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. ആ നിയമങ്ങളെയാണ് കർമ്മ നിയമങ്ങൾ എന്ന് പറയുന്നത്. ആ കർമ്മ നിയമങ്ങൾ ആരാലും മാറ്റിമറിക്കപ്പെടാവുന്നവയല്ല. ആ കർമ്മ നിയമങ്ങളെ സൂക്ഷ്മതലത്തിൽ മനസ്സിലാക്കി നമ്മോട് പറഞ്ഞവരാണ് ഋഷിമാർ. അവരെ താൻ പോടോ, തനിക്കെന്തറിയാം എന്ന് പരിഹസിക്കുന്നവർ നിന്ദ്യരാണ്, നീചരാണ്, അറിവില്ലാത്തവരാണ്, താന്തോന്നികളാണ്, ധാർഷ്ട്യമുള്ളവരാണ്. അതുകൊണ്ട് ധാർഷ്ട്യം പാടില്ല. ധാർഷ്ട്യം, അഹങ്കാരം ഉള്ളവന് മാത്രമേ സംഭവിക്കൂ. ധാർഷ്ട്യമായി പ്രകടമാകുന്നത് ജീവഭാവമാണ്. ഞാൻ ഒന്നിനെയും അംഗീകരിച്ചു തരില്ല,
ഞാൻ ചില ധാരണകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതാണ് ശരി, മറ്റുള്ളവർ പറയുന്നതെല്ലാം തെറ്റ്. ഇതാണ് ധാർഷ്ട്യം. ഇതാണ് ജീവൻ്റെ ഉള്ളിലെ ആ അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം കുറഞ്ഞു വരുമ്പോൾ തനിക്കൊന്നും അറിയില്ല എന്നുള്ള സത്യം ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റും. താൻ ഒന്നുമല്ല എന്നറിയുന്നവനാണ് എല്ലാമായിത്തീരുന്നത്. നല്ലതുപോലെ മനസ്സിലാക്കൂ. താനൊന്നുമല്ല, താൻ ആരുമല്ല, ഈ ജീവഭാവം നിസ്സാരമാണ്, മിഥ്യയാണ് എന്ന് തിരിച്ചറിയുന്ന ആളാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന ബ്രഹ്മമായി മാറുന്നത്. അതുകൊണ്ട് ജീവഭാഗത്തെ തകർത്തെറിയുക. പൊതുമുതൽ നശിപ്പിക്കാനാണ് മനുഷ്യർക്ക് ഇവിടെ താല്പര്യം. ബസ്സിൻ്റെ ചില്ലടിച്ച് തകർക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, നിയമസഭയിലെ കമ്പ്യൂട്ടറും മൈക്കും സ്പീക്കറുടെ കസേരയുമൊക്കെ തറയിൽ തൂക്കിയെടുത്ത് അടിച്ച് അതിനെയൊക്കെ നശിപ്പിക്കുക. ഇവൻ്റെ ഉള്ളിലുള്ള ഈ പൊടി ഞാനിനെ ഇവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഞാനാണ് ഇതൊക്കെ ചെയ്യാൻ ഇവനെ പ്രേരിപ്പിക്കുന്നത്. അതിനെ തകർക്കാൻ ഇവന് പറ്റുന്നില്ല, അതിനുള്ള വഴി തേടുന്നില്ല. മറ്റുള്ളവരുടെ സ്വത്തും അതുപോലെ പൊതുമുതലും ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തിലുള്ള പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഒക്കെ കൊല്ലാനോ നശിപ്പിക്കാനോ മാത്രമേ ഈ നീചനായ മനുഷ്യന് കഴിയൂ. അവനവൻ്റെ ഉള്ളിലുള്ള സകല പ്രശ്നങ്ങൾക്കും മൂലകാരണമായ അഹങ്കാരത്തെ ഒന്ന് നുള്ളിക്കളയാൻ ഇവന് സാധ്യമല്ല. നുള്ളിക്കളയാനുള്ളതേ ഉള്ളൂ. നുള്ളാൻ പോലും ഒന്നുമില്ല, ഇല്ലെന്നറിഞ്ഞാൽ മതി. അങ്ങനെ ഒന്നില്ല എന്നറിഞ്ഞാൽ മതി, ഉണ്ടായിട്ട് വേണ്ടേ നുള്ളിക്കളയാൻ. ഈ ആത്മജ്ഞാനം അത്യന്തം ലളിതമാണ്, അനായാസമായി നേടാൻ പറ്റുന്ന ഒന്നാണ്. കണ്ണൊന്ന് അടച്ചു തുറക്കുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ദിവസേന അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ കണ്ണടച്ചു തുറക്കാറുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിലല്ല ഈ കണ്ണ് അടയ്ക്കുന്നതും തുറക്കുന്നതും. അത് അനൈച്ഛിക പ്രവർത്തനമാണ്, ഇൻവോളണ്ടറി ആക്ഷൻ. നമ്മുടെ നിയന്ത്രണമില്ലാതെ തന്നെ കണ്ണുകൾ ഇങ്ങനെ തുറക്കുകയും അടയുകയും ചെയ്തുകൊണ്ടിരിക്കും. കാരണം കണ്ണിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആർദ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയാണ് കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിമ്മുന്നത്. അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉൾവശം ഡ്രൈ ആയി പോവും, ശുഷ്കമായി പോവും. അത് കണ്ണിന് ദോഷം ചെയ്യും. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇമകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, കണ്ണ് തുറന്നടയുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഈർപ്പം ഉണ്ടാവും. ആ ഈർപ്പം നിലനിർത്താനാണ് കണ്ണിങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുന്നത്. കണ്ണ് ചിമ്മുന്നതിനേക്കാൾ എളുപ്പമാണ് ആത്മതത്വത്തെ അറിയുക എന്നുള്ളത്. ഒരു പൂ വിറുക്കുന്നതിനേക്കാളും ലാഘവത്തോടു കൂടി നേടേണ്ടതാണ് ആത്മജ്ഞാനം. ഇതിനൊന്നും ഒരു പ്രയാസവുമില്ല. ഉറങ്ങാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഉറങ്ങാൻ എങ്ങനെയാണോ ഒരു പരിശ്രമം ആവശ്യമില്ലാത്തത്, അതുപോലെയാണ് ഉള്ളതിനെ അറിയാനും ഒരു പരിശ്രമവും ആവശ്യമില്ല. ഉള്ളതിനെ അറിയാൻ, ഇല്ലാത്തതിനെ അറിയാനാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം വിനിയോഗിക്കേണ്ടത്. ഉള്ളതിനെ അറിയാൻ മിണ്ടാതിരുന്നാൽ മതി. അതാണ് നമ്മെക്കൊണ്ട് പറ്റാത്തത്. എന്തൊക്കെയോ ചെയ്തു നേടാനുള്ളതാണ് ആത്മജ്ഞാനം എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഒന്നും ചെയ്യാതെ ഇരുന്നാൽ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുമ്പോൾ തനിയെ സംഭവിക്കുന്നതാണ് ഈ ആത്മജ്ഞാനം. ചുമ്മാതിരുന്നാൽ കിട്ടുന്നതിനെ എന്തൊക്കെയോ ചെയ്തു നേടാൻ ശ്രമിക്കുന്നു. ഇത് തന്നെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. എന്തൊക്കെയോ ചെയ്തു നേടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പക്കൽ ഇല്ലാത്തതും ഭാവിയിൽ പ്രയത്നത്തിലൂടെ അല്ലെങ്കിൽ സാധനയിലൂടെ നേടേണ്ട ഒന്നുമാണ് ഈ ആത്മജ്ഞാനം എന്ന് കരുതുന്നതാണ് അവിദ്യയുടെ തായ്വേര്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങട്ടെ. ശാന്തമായിരുന്നാൽ കിട്ടുന്നതാണ് ശാന്തി സ്വരൂപമായ ആത്മാവ്.
ശാന്തിയാണ് ആത്മാവിൻ്റെ സ്വരൂപം. ശാന്തി എങ്ങനെ ഉണ്ടാക്കും? ശാന്തമായിരിക്കുക വഴി. ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ് ശാന്തി. അല്ലാതെ അയൽവക്കത്തെ പെണ്ണുമ്പിള്ളയുടെ പേരല്ല. പെണ്ണുമ്പിള്ളയുടെ പേരും ഉണ്ടാവും ശാന്തി എന്ന്. അത് സ്ത്രീലിംഗ ശബ്ദമാണ് സംസ്കൃതത്തിൽ. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആ പേര് സാധാരണയായി മനുഷ്യർ നൽകുന്നത്. അനായാസം നേടേണ്ടതിന് എന്തൊക്കെയോ ചെയ്ത് വലിയ കുഴപ്പമുണ്ടാക്കി നൂലാമാലകളിൽ ചെന്ന് ചാടി അവസാനം അതിനെ നഷ്ടപ്പെടുത്തുന്നു. ഇതാണ് അജ്ഞാനം. ഇവിടെയാണ് മായ കളിക്കുന്നത്. എന്തെങ്കിലും ചെയ്യണം ചെയ്യണം ചെയ്യണം, ചെയ്തു നേടണം, സാധനയിലൂടെ നേടേണ്ടതാണ് ആത്മജ്ഞാനം. അങ്ങനെയൊന്നുമില്ല. ചുമ്മാതിരുന്നാൽ കിട്ടും. ചുമ്മാതിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ചുമ്മാതിരിക്കണം. ശരീരാവയവങ്ങളെ ചലിപ്പിക്കാതിരുന്നത് കൊണ്ട് മാത്രം ചുമ്മാതിരിക്കലാവില്ല. മനസ്സടങ്ങണം, സങ്കല്പങ്ങൾ ഉള്ളിൽ ഒടുങ്ങണം, ബുദ്ധിയുടെ പ്രവർത്തനം നിലയ്ക്കണം. ഒരു മുൻവിധിയുമില്ലാതെ ശാന്തമായി കണ്ണടയ്ക്കണം എന്ന് പോലും നിർബന്ധമില്ല. എല്ലാം അതാണ്, അതിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് കാണാൻ കഴിഞ്ഞാൽ ആ കാഴ്ചപ്പാടോ വീക്ഷണമോ തന്നെയാണ് ജ്ഞാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് നേടേണ്ട ഒന്നല്ല, അത് ഇപ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള ഒന്നാണ്. അതിനെ അജ്ഞാനം മറച്ചതുപോലെ ഇരിക്കുന്നു. അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ. ജന്തുക്കളെന്ന് പറഞ്ഞാൽ ജീവന്മാർ. മൃഗങ്ങളെ പോലെയാണ് ജീവന്മാരുടെ സ്ഥിതി. അതുകൊണ്ടാണ് ജന്തുക്കളെന്ന് പറയുന്നത്. അറിവില്ലാത്ത മനുഷ്യർ, അജ്ഞാനികളെ ജന്തുക്കൾ എന്നാണ് വേദാന്തം പറയുന്നത്. വാസിഷ്ഠവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. രാഗദ്വേഷ സമുത്ഥേന ദ്വന്ദ്വമോഹേന ജന്തവഹ ധരാ വിവരലഗ്നാനാം കീടാനാം സമതാം ഗതാഹ. രാഗദ്വേഷ ഭ്രമങ്ങളിൽപ്പെട്ട് പിടയുന്ന മനുഷ്യർ അവർ മൃഗതുല്യരാണ്. അവരെ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യനാണെങ്കിൽ വിവേകത്തെ പ്രയോഗിക്കണം, വിവേകബുദ്ധി ഉണ്ടാവണം. വിവേകം പ്രവർത്തിക്കാതെ വാസനകൾക്ക് വിധേയരായി പക്ഷിമൃഗാദികളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യരെ എങ്ങനെ മനുഷ്യൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും? രാഗദ്വേഷങ്ങളിൽപ്പെട്ട് ഉഴലുന്നത് മൃഗസ്വഭാവമാണ്. രാഗദ്വേഷ സമുത്ഥേന ദ്വന്ദ്വമോഹേന, രാഗദ്വേഷങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ദ്വന്ദ്വമോഹം, ദ്വൈതഭ്രമം, പലത് സത്യമാണ് എന്നുള്ള വിചാരം. ആ വിചാരം കൊണ്ടാണ് മനുഷ്യർ പുഴുക്കളെപ്പോലെ, കൃമികീടങ്ങളെപ്പോലെ പിടയുന്നത്. എവിടെയുള്ള കൃമികീടങ്ങൾ? ഭൂമിയുടെ ഉപരിതലത്തിലല്ല, ധരാ വിവരലഗ്നാനാം. സംസ്കൃതത്തിലെ വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം, സുഷിരം എന്നൊക്കെയാണ് അർത്ഥം. മലയാളത്തിലാണ് വിവരം. വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ. അവന് വിവരമില്ല, വിവരദോഷി എന്നൊക്കെ നമ്മൾ പറയും. വിവേകം എന്നുള്ള അർത്ഥത്തിലാണ് വിവരം എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ എന്നുള്ള അർത്ഥത്തിലും വിവരം. അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അറിയാമോ, അയാൾ എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ അറിയാമോ, അതാണ് വിവരം. സംസ്കൃതത്തിൽ അങ്ങനെ ഒരു അർത്ഥം ഇല്ല. വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം, സുഷിരം. ധരാ വിവരലഗ്നാനാം, ഭൂമിയിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളിൽ കഴിയുന്ന കീടങ്ങൾക്ക് സമന്മാരായി തീർന്നിരിക്കുന്നു ദ്വൈതമോഹത്തിൽ പിടയുന്ന മനുഷ്യർ. അവരെ കൃമികീടങ്ങളോട് മാത്രമേ ഉപമിക്കാൻ കഴിയൂ. അവരെ ഒന്നും മനുഷ്യൻ എന്ന വർഗത്തിൽ ഉൾപ്പെടുത്താനേ പറ്റില്ല. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം ഇനി വേദാന്തികളുടെ കയ്യിൽ നിന്നും? മനുഷ്യരല്ല, മനനശീലനായിരിക്കണം മനുഷ്യൻ. മനുതേ ഇതി മനുഷ്യ, തത്വത്തെ വിചാരം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് മനുഷ്യൻ എന്ന വാക്ക് സംസ്കൃതത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. മനനം ചെയ്യാത്തവനെ എങ്ങനെ മനുഷ്യനെന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് മൃഗതുല്യരായി ജീവിക്കരുത്. ദൈവം മനുഷ്യജന്മം തന്നിട്ടുണ്ട്. ആ മനുഷ്യ ശരീരത്തിൽ മനുഷ്യബുദ്ധിയുമുണ്ട്.
ആ മനുഷ്യബുദ്ധിയിൽ മാത്രമേ വിവേകം പ്രകാശിക്കുന്നുള്ളൂ. ആ വിവേകത്തെ വേണ്ടവണ്ണം പ്രയോഗിക്കാതെ ആത്മതത്വത്തെ തിരഞ്ഞു തേറിടേണം എന്നാണ് ഗുരുദേവൻ പറയുന്നത്. തിരയുക, അന്വേഷിക്കുക. തേറുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞ് കണ്ടെത്തുക എന്നാണ് അർത്ഥം. അന്വേഷിച്ച് കണ്ടെത്തണം. എവിടെ അന്വേഷിക്കണം? പുറത്തല്ല, അവനവൻ്റെ ഉള്ളിൽ, അവനവൻ്റെ ഹൃദയത്തിൽ, ഞാനെന്ന അനുഭവത്തിൽ ഈ ആത്മാവിനെ തെളിച്ച് അനുഭവിക്കണം. അതിനുള്ളതാണ് മനുഷ്യജന്മം. അപ്പം ഈ ആത്മാവ് തന്നെ എവിടെ, എങ്ങനെ, എപ്പോൾ പ്രകടമാക്കുന്നുവോ അത് അവിടെ അങ്ങനെ അപ്പോൾ അപ്രകാരം പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ ജീവന് ആ ആത്മാവ് പ്രപഞ്ച ദൃശ്യങ്ങളും പ്രപഞ്ച ജീവികളും ഒക്കെയായി തോന്നുന്നതിന് കാരണം ജീവൻ്റെ ഉള്ളിലെ അജ്ഞാനമാണ്. പക്ഷേ ആ ജീവനായി പ്രകടമായിരിക്കുന്നത് ഈ ആത്മാവാണ്. ആത്മാവിൻ്റെ മായ കാരണമായിട്ടാണ് ഏകമായ ആത്മതത്വത്തിൽ നാനാത്വം ഉണ്ടെന്ന് തോന്നുന്നത്. അജ്ഞാനേനാവൃതം ജ്ഞാനം, അജ്ഞാനത്താൽ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. തേന മുഹ്യന്തി ജന്തവഃ, അതുകൊണ്ടാണ് ജന്തുക്കൾ മോഹിക്കുന്നത്. ജന്തുക്കളിൽ അജ്ഞാനികളായ മനുഷ്യരും പെടും. പക്ഷി മൃഗാദികൾക്കാണ് സാധാരണ നമ്മൾ ജന്തുക്കൾ എന്ന് പറയുന്നത്. വിവേകത്തെ പ്രയോഗിക്കാത്ത മനുഷ്യനും ജന്തു തന്നെയാണ്. അങ്ങനെ മൃഗതുല്യരായ അജ്ഞാനികൾ അജ്ഞാനത്താൽ ജ്ഞാനം മറയ്ക്കപ്പെടുമ്പോൾ മോഹത്തെ പ്രാപിക്കുന്നു. ആ അജ്ഞാന മറ നീങ്ങണം. എന്താണ് അജ്ഞാനം? ഈ പ്രപഞ്ചം ആത്മഭിന്നമായ ഒന്നാണ് എന്ന തെറ്റിദ്ധാരണ. ആത്മാവല്ലാത്ത ഒന്നാണ്, ആത്മാവിൽ നിന്ന് വേറിട്ടതാണ്, വിഭിന്നമാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ച പദാർത്ഥങ്ങളും ഇവിടെയുള്ള ജീവികളും എന്നുള്ള തെറ്റായ ധാരണയാണ് വാസ്തവത്തിൽ അജ്ഞാനം. ആ അജ്ഞാനം ജ്ഞാനത്തിലൂടെയേ നീങ്ങൂ. ജ്ഞാനത്തിലൂടെ മാത്രമേ അജ്ഞാനത്തെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ആത്മാവ് തൻ്റെ അലൗകികവും അനന്തവുമായ മായാശക്തിയിലൂടെ തന്നെ പലതെന്ന പോലെ പ്രകടമാക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും രാമ? നമുക്കെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമല്ല, ദേവന്മാർക്കും സിദ്ധപുരുഷന്മാർക്കും, എന്തിന് ജ്ഞാനികൾക്ക് പോലും പ്രപഞ്ചഗതിയെ മാറ്റിമറിക്കാൻ സാധ്യമല്ല. ജ്ഞാനികളുടെ മഹത്വം, ഞാനാണ് ആ ഈശ്വരൻ എന്നവർ തിരിച്ചറിഞ്ഞു. അതിലാണ് ജ്ഞാനികളുടെ മഹത്വം. അല്ലാതെ പ്രപഞ്ചഗതിയെ ജ്ഞാനികൾ മാറ്റിമറിക്കാറില്ല. അത് അവരുടെ പോർട്ട്ഫോളിയോയിൽ പെട്ടതല്ല, അവരുടെ അധികാരക്ഷേത്രത്തിലുള്ളതല്ല പ്രപഞ്ചത്തെ മാറ്റിമറിക്കുക. ഒരു സ്ഥലത്ത് മഴയില്ല, ഒരു ജ്ഞാനി വിചാരിച്ചാൽ മഴ പെയ്യിക്കാൻ പറ്റില്ലേ? പറ്റും, ഒരു സംശയവുമില്ല. പക്ഷേ ജഗതീശ്വര നിശ്ചയമാണ്, അല്ലെങ്കിൽ തൻ്റെ തന്നെ നിശ്ചയമാണ്. എന്ത്? മഴ പെയ്യരുത് എന്നുള്ളത്. തൻ്റെ തന്നെ തീരുമാനത്തെ താൻ മാറ്റി എഴുതണോ? ഒരു ജഡ്ജി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഒരു കേസിൽ. പ്രതിയെ വെറുതെ വിടണമെന്നോ അല്ലെങ്കിൽ പ്രതിയെ തൂക്കിക്കൊല്ലണമെന്നോ അദ്ദേഹം വിധി എഴുതി. തൻ്റെ വിധിയെ തന്നെ അദ്ദേഹം മാറ്റി എഴുതേണ്ട കാര്യമുണ്ടോ? ആവശ്യമില്ല. തീരുമാനിക്കപ്പെട്ടതാണ്, നടന്നേ പറ്റൂ. അതുകൊണ്ട് ജ്ഞാനി ഈശ്വരനാണെങ്കിലും പ്രകൃതി കാര്യങ്ങളിൽ ജ്ഞാനി ഇടപെടാറില്ല. കാരണം ഈശ്വരനായി ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ജ്ഞാനിയുടെ ഉള്ളിലെ അതേ ബോധം തന്നെയാണ്. അതുകൊണ്ട് ഈ റിവ്യൂ ഹർജിയൊന്നും ഈ ജ്ഞാനികളുടെ അടുത്ത് ജ്ഞാനികൾ ഇത് ചെയ്യാറില്ല. റിവ്യൂ ഹർജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോടതിയുടെ തീരുമാനം അതിനെ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് മേൽക്കോടതിയിൽ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യും. അതിനെയാണ് റിവ്യൂ ഹർജി. അല്ലെങ്കിൽ അതേ കോടതിയിൽ തന്നെ റിവ്യൂ ഹർജി ഫയൽ ചെയ്യാം. അതായത് ഈ കോടതിയുടെ ഈ ഉത്തരവ് അല്ലെങ്കിൽ തീരുമാനം ഇത് പുനഃപരിശോധിക്കണം.
എന്ന് പറഞ്ഞിട്ട്. അതിനാണ് റിവ്യൂ ഹർജി എന്ന് പറയുന്നത്, റിവ്യൂ പെറ്റീഷൻ. ഈശ്വരന് റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. അദ്ദേഹം ഒന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. മനുഷ്യർക്കാണ് തെറ്റ് പറ്റുന്നത്, ജഗതീശ്വരന് തെറ്റ് പറ്റില്ല. അനന്തമായ ബുദ്ധിയുടെ ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് റിവ്യൂ ഹർജിയും കൊണ്ട് ചെന്നിട്ട് കാര്യമില്ല. അദ്ദേഹം ഒന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്, കഴിഞ്ഞു. അത് സുപ്രീം കോടതിയുടെ തീരുമാനം പോലെയാണ്. സുപ്രീം കോടതി ഒന്ന് തീരുമാനിച്ചാൽ അതിന് മുകളിൽ മേൽക്കോടതിയില്ല. പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. അവിടെ ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടാൽ അതിന് മുകളിൽ അപ്പീലില്ല. അതുപോലെ ജഗതീശ്വരൻ്റെ തീരുമാനത്തിന് വഴങ്ങിക്കൊടുക്കുകയാണ് ജ്ഞാനികൾ പോലും. നമ്മൾ വഴങ്ങിക്കൊടുക്കാത്തത് നമ്മുടെ ഉള്ളിലെ അജ്ഞത കാരണം അല്ലെങ്കിൽ അഹങ്കാരം കാരണമായിട്ടാണ്. എല്ലാം അവൻ ചെയ്യൽ എന്ന് തമിഴിൽ പറയും. എല്ലാം അവൻ ചെയ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ തീരുമാനം. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ആ അവൻ താൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എല്ലാം എൻ ചെയ്യൽ എന്ന് പറയുന്നതിന് പകരം എല്ലാം അവൻ ചെയ്യൽ, എല്ലാം എൻ്റെ തന്നെ തീരുമാനമാണ്. എന്നിലെ ഞാൻ തന്നെയാണ് ഈശ്വരനായി പ്രപഞ്ച കാര്യങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ച സംവിധാനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനികൾ ഒന്നിലും ഇടപെടാറില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് നല്ല പോലെ അറിയാം. ഒരു ജീവൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ആ ജീവനെ കാണുന്ന മാത്രത്തിൽ തന്നെ, കണ്ട മാത്രത്തിൽ തന്നെ ഒരു ജ്ഞാനിക്ക് പറയാൻ പറ്റും. പക്ഷെ അതൊന്നും പറഞ്ഞു നടക്കാറില്ല. ഭാവി പ്രവചിക്കുന്നത് ജ്യോത്സ്യന്മാരുടെ പണിയാണ്, ജ്ഞാനികളുടെ പണിയല്ല. എൻ്റെ ഭാവി എന്തായിരിക്കും, എനിക്കിനി നല്ല കാലമാണോ മോശമായ കാലമാണോ, താൻ ജനിച്ചത് മുതൽ തൻ്റെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു. അത് നല്ലതുപോലെ മനസ്സിലാക്കുക. താൻ ഇവിടെ വന്ന് ജനിച്ചു എന്നുള്ളത് തന്നെ തൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നുള്ളതിനാണ്. മരിക്കുന്നത് വരെ ഇങ്ങനെയായിരിക്കും. പിന്നെ ഇടയ്ക്ക് നല്ല കാലം വരും. നിങ്ങൾ സ്വയം പരിശ്രമിച്ച് ഈ ആത്മജ്ഞാനം നേടിയാൽ അപ്പോൾ മാത്രമാണ് നല്ല കാലം. ബാക്കിയുള്ളതൊക്കെ തട്ടിയും മുട്ടിയും അങ്ങനെ പോവും. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കാം, അത്രയേ ഉള്ളൂ. ആര് ഹാപ്പിയല്ല? ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ഡു യു ഡു, എന്ത് ഹൗ ഡു യു ഡു? ഹൗ ഡു യു ഡു എന്ന് പറഞ്ഞാൽ അവിടെ ഇടൂ എന്നാണ്. അവിടെ ഇടൂ, ഹൗ ഡു യു ഡു എന്ന് പറഞ്ഞാൽ അവിടെ ഇട്, കളഞ്ഞിട്ട് പോടെ, ഇതൊന്നും കൊണ്ടൊന്നും കാര്യമില്ല. ഇതിങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഈ സത്യം ഉൾക്കൊള്ളുക. പ്രപഞ്ചഗതി ഇങ്ങനെ ആയിരിക്കും. ആര് വിചാരിച്ചാലും ഇതൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. ഏത് പാർട്ടി ഭരിച്ചാലും, എത്ര ജ്ഞാനികൾ ഈ ഭൂമുഖത്ത് അവതരിച്ചാലും ഈ ലോകത്തിൻ്റെ സ്ഥിതി പട്ടിയുടെ വാല് പോലെയാണ്, വളഞ്ഞേയിരിക്കും. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികളുടെ വാക്കാണ്, ലോകം നന്നാക്കാൻ ശ്രമിക്കരുത്. ലോകം നന്നാക്കുന്നതിനേക്കാളും തന്നെ നന്നാക്കുന്നതാണ് ഏറ്റവും എളുപ്പം. തന്നെ നന്നാക്കാൻ പറ്റാത്തവൻ ലോകത്തെ നന്നാക്കിയിട്ട് എന്ത് കാര്യം? ഞാൻ നന്നായിട്ടില്ല, ഞാൻ മറ്റൊരാളെ നന്നാക്കാൻ ശ്രമിക്കുന്നു, വല്ല പ്രയോജനമുണ്ടോ? സ്വയം നന്നാകാത്തവൻ എങ്ങനെയാണ് മറ്റുള്ളവരെ നന്നാക്കുക? സ്വയം നന്നായവൻ മറ്റുള്ളവരെ നന്നാക്കാൻ പോവുകയുമില്ല. സ്വയം നന്നാകാത്തവന് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റില്ല. സ്വയം നന്നായവൻ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുകയുമില്ല. എന്തുകൊണ്ടെന്നോ, സ്വയം നന്നാവുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേടുക എന്നാണ് അർത്ഥം. ജ്ഞാനം നേടിയാൽ താനല്ലാതെ മറ്റാരുമില്ല എന്നുള്ള അറിവാണ് ഉണ്ടാകുന്നത്. അപ്പം നന്നാക്കാൻ ആളില്ല. അതുകൊണ്ട് സാമൂഹ്യ സേവനം, സാമൂഹ്യ പരിഷ്കരണം, മറ്റുള്ളവരെ നന്നാക്കൽ, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഇത് പട്ടിയുടെ വാലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക. കുട്ടികളെ സദാചാര ബോധം പഠിപ്പിക്കുക. സദാചാര പോലീസൊന്നും ആവണ്ട, നല്ല നല്ല മാർഗം ഉപദേശിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. ആ കുട്ടിയുടെ തലവിധി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ വാസനകൾ എങ്ങനെയാണോ അതിനനുസരിച്ചേ ആ കുഞ്ഞു നീങ്ങൂ. കുട്ടിയെപ്പോലെ തന്നെയാണ് ഈ സമൂഹവും. നമ്മുടെ നൊച്ചൂർ സ്വാമി പറയും, ലോകം നന്നാക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട്,
പട്ടിയുടെ വാല് നിവർത്തുന്നത് പോലെയാണെന്ന് പറയും. പട്ടിയുടെ വാല് നിവർത്താൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തെ നന്നാക്കാൻ പറ്റും എന്നൊരു വളവുണ്ട്. ആ വളവ് നിവർന്നു കിട്ടും. അതായത് ഇത് നന്നാവില്ല എന്ന് മനസ്സിലാവും. ആ വളവ് നിവർന്നു കിട്ടും. പട്ടിയുടെ വാല് വളഞ്ഞായിരിക്കും, തൻ്റെ ഉള്ളിലെ വളവ് നിവർന്നു കിട്ടും. പോരെ, തൻ്റെ ഉള്ളിലുള്ള ആ വക്രത, തെറ്റിദ്ധാരണ അത് നീങ്ങിക്കിട്ടും. അതിനുവേണ്ടി ലോകം നന്നാക്കും. ജ്ഞാനികൾ ലോകം നന്നാക്കിയത് തന്നെ നന്നാക്കാൻ വേണ്ടിയാണ്. ഇതറിയാമോ നിങ്ങൾക്ക്? ലോകത്തെ നന്നാക്കുക എന്ന പ്രവൃത്തിയിലൂടെ അവർ സ്വയം നന്നാവാൻ ശ്രമിച്ചവരാണ്. ഒരു ജ്ഞാനിയുടെ വാക്ക് തന്നെ ഞാൻ ഉദ്ധരിക്കാം. ബാലകൃഷ്ണ സാർ പറഞ്ഞു, പല 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 സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സാറിങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നു, എത്ര പേര് നന്നാവും? എത്ര പേർക്ക് ഈ തത്വബോധം ഉറപ്പിക്കാൻ പറ്റും? എത്ര പേർ ജ്ഞാനിയായി മാറും? നിങ്ങളെ നന്നാക്കുക എന്നുള്ളതല്ല എൻ്റെ പ്രഭാഷണത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഞാൻ നന്നാവുക എന്നുള്ളതാണ്. അതിലൊരു വലിയ സ്വാർത്ഥത ഒളിഞ്ഞു കിടക്കുന്നു. ഈ സത്യത്തെ ആവർത്തിച്ച് പറയുന്നതിലൂടെ തനിക്ക് ഈ തത്വബോധം ഉറച്ചു കിട്ടും. മറ്റുള്ളവർക്ക് ഉറച്ചു കിട്ടിയാൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ എനിക്കിത് ഉറപ്പ് വരണം. എനിക്ക് ഉറപ്പ് വരുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഉറപ്പ് വരികയാണെങ്കിൽ നല്ലതല്ലേ? ഡബിൾ ബെനിഫിറ്റ് അല്ലേ? ഇപ്പം മറ്റുള്ളവരെ ജ്ഞാനികളാക്കാൻ വേണ്ടിയല്ല ജ്ഞാനികൾ സത്യത്തെ പ്രചരിപ്പിക്കുന്നത്. ഗ്രന്ഥരചനയുടെയും പ്രഭാഷണങ്ങളുടെയും എല്ലാം മുഖ്യമായ ഉദ്ദേശ്യം സ്വയം നന്നാവുക എന്നുള്ളതാണ്. അല്ല, അതിന് ഗ്രന്ഥം രചിക്കേണ്ട കാര്യമുണ്ടോ? പ്രഭാഷണത്തിലൂടെ മാത്രമേ തന്നെ നന്നാക്കേണ്ട കാര്യമുണ്ടോ? തന്നെ നന്നാക്കേണ്ട കാര്യമുള്ളോ? അങ്ങനെയല്ല. ഇത് ആവർത്തിച്ച് പറയുമ്പോൾ, ഓരോ പ്രാവശ്യവും ഈ സത്യത്തെ അസന്ദിഗ്ധമായി മേശപ്പുറത്ത് ഇടിച്ച് പറയുമ്പോൾ തനിക്ക് കൂടുതൽ ഉറപ്പ് വരുന്നു എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവർക്ക് ഉറപ്പ് വരുന്നെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ മറ്റുള്ളവരെ അല്ലെങ്കിൽ ലോകരെ നന്നാക്കുന്നതല്ല ജ്ഞാനിയുടെ പ്രഭാഷണത്തിൻ്റെയും ഗ്രന്ഥരചനയുടെയും തത്വോപദേശത്തിൻ്റെയും മുഖ്യമായ പ്രയോജനം അല്ലെങ്കിൽ ലക്ഷ്യം. തഥാഭാതി തഥാതത്ര സർവാത്മനി കിമസ്തിനോ അതീതം വർത്തമാനം ച ഭവിഷ്യത് സ്ഥൂലമപ്യണു. ആത്മാവ് തന്നെ സ്ഥൂലമെന്ന പോലെയും സൂക്ഷ്മമെന്ന പോലെയും പ്രകടമാക്കും. ഈ പ്രപഞ്ചത്തിൽ സ്ഥൂലതത്വങ്ങളുമുണ്ട്, സൂക്ഷ്മതത്വങ്ങളുമുണ്ട്. ബാഹ്യജഡങ്ങൾ, ജീവികളുടെ ശരീരങ്ങൾ, ഇതൊക്കെ സ്ഥൂല ജഡങ്ങളാണ്. സൂക്ഷ്മജഡങ്ങളാണ് മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവ. അതൊക്കെ സൂക്ഷ്മജഡങ്ങളാണ്. ജഡങ്ങളാണ്, പക്ഷേ സൂക്ഷ്മങ്ങളാണ്. ഇങ്ങനെ തന്നെ സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും അല്ലെങ്കിൽ സ്ഥൂലമായിട്ടും അണുവായിട്ടും ആത്മാവ് എപ്പോഴും പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അതീതം വർത്തമാനം ച. ഇത് പണ്ടേ തുടങ്ങിയ ഒരു നാടകമാണ്. ഇപ്പോൾ നടക്കുന്നതും അതേ നാടകം തന്നെ. ഇനി മേലും ഈ നാടകം തുടരും. ഈ നാടകത്തെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. നമ്മളൊക്കെ ഇതിൽ വന്നുപെട്ട കഥാപാത്രങ്ങളാണ്, വേഷം കെട്ടിയവരാണ്. വേഷം അഴിച്ചു വെച്ചിട്ട് പോകാനുള്ള വഴി നോക്കണം. അതുകൊണ്ടാണ് രാമതീർത്ഥസ്വാമി പറഞ്ഞത്, ഐ ഡോഫ് മൈ ഹാറ്റ് ആൻഡ് ഓഫ് ഐ ആം. തലയിൽ ഇങ്ങനെ തൊപ്പി വെച്ചിട്ട് ആ തൊപ്പി ആദരസൂചകമായിട്ട് ഒന്നിങ്ങനെ ചരിച്ച് കാണിക്കുന്നതിനാണ് ഡോഫ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഞാൻ എൻ്റെ തൊപ്പി അല്പം താഴ്ത്തി നിങ്ങൾക്കൊക്കെ എൻ്റെ നമസ്കാരത്തെ അറിയിക്കുന്നു, നിങ്ങളെയൊക്കെ വണങ്ങുന്നു, ഞാനിതാ പോകുന്നു എന്നാണ്. ഓഫ് ഐ ആം. അദ്ദേഹം അവസാനം എഴുതി വെച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ, ഐ ഡോഫ് മൈ ഹാറ്റ് ആൻഡ് ഓഫ് ഐ ആം. അത്രയേ ഉള്ളൂ. ഇവിടെ മസിൽ പിടിക്കാനൊന്നും ഇല്ലെന്ന്, ഒരുപാടൊന്നും കേൾക്കാനില്ല, ഒരുപാട് ചിന്തിക്കാനുമില്ല, മനനം ചെയ്യാനുമില്ല, ധ്യാനിക്കാനുമില്ല. ഉള്ളതൊന്നു മാത്രം. അത് ഉറപ്പ് വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം.
ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, ഉറപ്പ് വരുന്നത് വരെ ചിന്തിക്കൂ, കേൾക്കൂ, ധ്യാനിക്കൂ, എല്ലാം ചെയ്യൂ, ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറണ്ട. പക്ഷെ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മിണ്ടാതെ ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ പ്രയോജനമില്ല. ജീവിതം മുഴുവൻ ഓടി നടക്കും അവിടെയും ഇവിടെയൊക്കെ. എന്തിന്? ഉള്ളിലെ അസ്വസ്ഥതയാണ് ശരീരചലനമായി പുറത്ത് പ്രകടമാകുന്നത്. ഇതറിയാമോ? രമണ മഹർഷി ആ തിരുവണ്ണാമല എന്നുള്ള ആ പ്രദേശം വിട്ട് ഒരിടത്തും പോയിട്ടില്ല. അമേരിക്കയിൽ കൊണ്ടുപോയി ക്യാൻസർ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുതുകിലൊരു മുഴ പോലെ, ഒരു തരത്തിലുള്ള ക്യാൻസറാണ്, സാർക്കോമ എന്ന് പറയും. അത് ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അത് ശിവലിംഗം, അത് അവിടെ ഇരുന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അത് ശിവലിംഗമാണ്. ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണല്ലോ മുതുകിൽ ആ മുഴ പൊന്തുന്നത്. അപ്പം അത് ശിവലിംഗമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ശിവലിംഗത്തെ ആരാധിക്കുന്നവരല്ലേ നമ്മൾ. ശിവലിംഗത്തെ ആരെങ്കിലും പറിച്ചു കളയാൻ ശ്രമിക്കുമോ? ഇളക്കി മാറ്റാൻ ശ്രമിക്കുമോ? ഇല്ല. ശരീരത്തിൽ വരുന്ന മാലിഗ്നൻ ട്യൂമർ അതിനെപ്പോലും ശിവലിംഗമായി കാണാൻ കഴിയുന്ന ഒരു ജ്ഞാനിയുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? യു കാണ്ട് ഈവൻ ഇമാജിൻ. ഒരു ജ്ഞാനിയുടെ നില, അദ്ദേഹം എങ്ങനെയാണ് തന്നെയും തൻ്റെ ശരീരത്തെയും പ്രപഞ്ചത്തെയും നോക്കിക്കാണുന്നത് എന്നുള്ളത് ഒരു അജ്ഞാനിക്ക് ഒരിക്കലും പിടികിട്ടില്ല. ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ ഗുരുദേവൻ, പണ്ഡിതൻ തൻ പരമരഹസ്യമിതാരു പാർത്തിടുന്നു. പണ്ഡിതൻ്റെ പരമരഹസ്യം, അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹം എത്ര ഉത്തുംഗമായ ശൃംഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ജ്ഞാനത്തിൻ്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ജ്ഞാനിയുടെ അനുഭവം അജ്ഞാനികൾക്കൊരിക്കലും പിടികിട്ടില്ല. ഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. അനുഭവിച്ചു തന്നെ അറിയണം. ഇങ്ങനെ ഭൂതവും വർത്തമാനവും ഭാവിയും ഈ മൂന്ന് കാലത്തിലും ഉള്ള സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാം പരമാത്മാവിൻ്റെ പ്രകടനങ്ങളാണ് എന്നാണ് വസിഷ്ഠ മഹർഷി രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. കിം നോ അസ്തി കിം തത് യത്തത സത്താം ന ലഭതേ ഇത്യർത്ഥഃ. ഈ ആത്മാവല്ലാതെ വാസ്തവത്തിൽ രാമ ഇവിടെ എന്താണുള്ളത്? എല്ലാം ആത്മാവിൻ്റെ പ്രകടനങ്ങൾ, എല്ലാം ആത്മമയമായിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് നന്നാക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ്, അല്ലെങ്കിൽ എന്തിനെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതൊക്കെ അജ്ഞതയാണ്. നശിപ്പിക്കുന്നത് അജ്ഞാനമാണെങ്കിൽ നന്നാക്കുന്നത് അതിനേക്കാളും വലിയ അജ്ഞാനമാണ്. നന്നാക്കാൻ ശ്രമിക്കുന്നത് സ്വയം നന്നാവും, വേണ്ടെന്ന് പറയുന്നില്ല. വേറൊരാളെ നന്നാക്കുക, ലോകത്തെ നന്നാക്കുക, സമൂഹത്തെ ഉദ്ധരിക്കുക. അല്ല, ഗുരുദേവനൊക്കെ അങ്ങനെ ചെയ്തില്ലേ? ജ്ഞാനികളൊക്കെ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയല്ലേ ജീവിച്ചത്? അവരുടെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചം മിഥ്യയാണ്. നന്നാക്കാനായിട്ട് ഇവിടെ ഒന്നും മോശമായിട്ടില്ലല്ലോ. മോശമായ ഒന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ നന്നാക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഒന്നും മോശമല്ല, ഉള്ളതെല്ലാം ഈശ്വര സ്വരൂപം, ബ്രഹ്മസ്വരൂപം. ഇനിയിപ്പോൾ ആരെ നന്നാക്കാൻ? അപ്പം ഈ നന്നാക്കുക, സമൂഹത്തെ ഉദ്ധരിക്കുക, സാമൂഹ്യ പരിഷ്കരണം, ഇതെല്ലാം ഒരർത്ഥത്തിൽ അജ്ഞാനം കലർന്ന പ്രവൃത്തികളാണ്. പക്ഷേ അതൊക്കെ ചെയ്യണം എന്നെന്തുകൊണ്ട് ശാസ്ത്രങ്ങൾ നിഷ്കർഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ അഹങ്കാരം കുറഞ്ഞു വരും. സ്വാർത്ഥത കുറയാൻ വേണ്ടിയാണ് പരോപകാരത്തെ ശാസ്ത്രങ്ങൾ മഹത്തായ ഒന്നായി ചിത്രീകരിക്കുന്നത്. അന്യർക്ക് ഉപകരിക്കണം നമ്മുടെ ജീവിതം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനാണ് ഈ മനുഷ്യജന്മം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, മറ്റുള്ളവർ എന്ന ആശയം തന്നെ മിഥ്യയാണെങ്കിൽ ഇവിടെ ആരെ നന്നാക്കാൻ, ആരെ രക്ഷിക്കാൻ?
പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ മണ്ടന്മാർ എന്നാണ് എന്നോട് സാറ് പറഞ്ഞത്. ഒരു പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചു, റോട്ടിൽ കിടന്ന് മഴയിൽ നനഞ്ഞ് അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് രാത്രി മുഴുവൻ കിയോ കിയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അതിന് ഒരു ചെറിയ ഇതിൽ പാലൊക്കെ വെച്ച്, ഒരു കിണ്ണത്തിൽ പാലൊക്കെ കൊടുത്ത് അത് കുടിക്കുന്നില്ല. അതിൻ്റെ തല ആ പാലിലേക്ക് മുക്കി, കാരണം ആ കണ്ണുപോലും തുറന്നിട്ടില്ല ആ പൂച്ചക്കുഞ്ഞ്. അപ്പോൾ അതിൻ്റെ വായുടെ ഉള്ളിൽ ഇങ്ങനെ വായുടെ അടുത്ത് കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് ചിലപ്പോൾ അത് തല ഇങ്ങനെ മാറ്റും. അപ്പോൾ തല പിടിച്ച ആ പാലിലേക്ക് നമ്മൾ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചു. അവസാനം അന്ന് രാത്രി അതിശക്തമായ മഴ പെയ്തു. വീട്ടിൻ്റെ വരാന്തയിൽ എവിടെയോ ഒതുങ്ങി കിടന്നതാണ് ആ പൂച്ച. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ നമ്മൾ ഈ കോലമിടുന്ന വീട്ടിൻ്റെ മുമ്പിലുള്ള ആ സ്ഥലമുണ്ടല്ലോ, അവിടെ ഏതോ ഒരു പോലീസ് ജീപ്പ്, കാരണം രാത്രിയൊക്കെ അവിടെ വരുന്നത് കരവന പോലീസ് സ്റ്റേഷനിലുള്ള ജീപ്പാണ്, അവർ കൊണ്ടുവന്ന് ഇങ്ങനെ വേഗത്തിൽ കൊണ്ടുവന്ന് തിരിക്കും. ആ ജീപ്പിൻ്റെ ചക്രങ്ങളുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞ് കിടക്കുന്ന പൂച്ചയാണ് അടുത്ത ദിവസം രാവിലെ കണി കണ്ടത്. വലിയ പ്രയാസം തോന്നി, വിഷമം തോന്നി. ഒരു ജീവിയുടെ ശരീരം ചതഞ്ഞരിഞ്ഞ് കിടക്കുക. അപ്പോൾ ഇത് വളരെ ദുഃഖത്തോടു കൂടി തന്നെ ബാലകൃഷ്ണ സാറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അവതരിപ്പിച്ചു. എല്ലാം ശ്രദ്ധയോടെ കേട്ടിട്ട് പറഞ്ഞു, പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ച നിങ്ങൾ മണ്ടന്മാർ. ഞാനും അനിയത്തിയും കൂടെയൊക്കെ 2-3 പേര്, എല്ലാവരും കുടുംബാംഗങ്ങളിൽ കുറേ പേര് അതിൽ പങ്കെടുത്തു. അപ്പോൾ ഒന്നിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലും മണ്ടത്തരമാണ് എന്നാണ് ജ്ഞാനികൾ പറയുന്നത്. കാരണം രക്ഷിക്കേണ്ടവൻ ഈശ്വരനാണ്. ഈശ്വരൻ്റെ കൃത്യം നിങ്ങൾ ഏറ്റെടുക്കുന്നു, അത് തന്നെ നിങ്ങൾ മണ്ടനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ വിചാരിച്ച ആര് രക്ഷിക്കാൻ പറ്റും? ആ ജീവിയുടെ ആയുസ് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അത് പാതിരാത്രി വണ്ടിയുടെ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് മരിക്കണം എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്. അതിനെ മാറ്റിമറിക്കാൻ നമ്മളാരാ? അങ്ങനെ രക്ഷിക്കണമെന്ന് തോന്നുന്നത് നമ്മുടെ അജ്ഞത കാരണമാണ്. അജ്ഞാനമുള്ളവരെയാണ് മണ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ മുഖത്ത് നോക്കി ശങ്കരാചാര്യ പോലുള്ളവരൊക്കെ മൂഢൻ, മണ്ടൻ എന്നാരുടെയും മുഖത്ത് നോക്കി വിളിച്ചിട്ടില്ല. അവരുടെയൊക്കെ കൃതികളിലാണ് മൂഢ എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. ബാലകൃഷ്ണൻ നായർ സാറ് മുഖത്ത് നോക്കി മണ്ടാന്ന് വിളിച്ചു. ഇതിൽ പരം അനുഗ്രഹം വേറെന്ത് കിട്ടാൻ? മണ്ടനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആരെങ്കിലും നമ്മെ മണ്ടൻ എന്ന് വിളിക്കാതെ നമ്മൾ മണ്ടനാണെന്നുള്ള കാര്യം നമ്മൾ സ്വയം തിരിച്ചറിയുകയില്ലല്ലോ. എല്ലാ മണ്ടന്മാരും ഞാൻ കേമനാണ് എന്നാണ് വിചാരിച്ചു കഴിയുന്നത്. ഒരു മണ്ടനും തൻ്റെ മണ്ടത്തരം അല്ലെങ്കിൽ താൻ മണ്ടനാണെന്നുള്ള വസ്തുത അംഗീകരിച്ചു തരില്ല. ഇത് തന്നെയാണ് മണ്ടത്തരം എന്ന് പറയുന്നത്. തൻ്റെ മണ്ടത്തരം തിരിച്ചറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. താൻ മണ്ടനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അയാൾക്ക് അല്പ അറിവ് വന്നു എന്നർത്ഥം. പണ്ട് ബുദ്ധി വരാൻ വേണ്ടി മീൻതല തിന്നാൻ പറഞ്ഞ ഒരു കുട്ടിയുടെ അടുത്ത് ഒരു മീൻ കച്ചവടക്കാരൻ പറഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു, മഹാമണ്ടനാണ്. അപ്പോൾ അയാൾക്ക് ബുദ്ധിമാനാകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആ പയ്യന്. അപ്പോൾ അവരുടെ വീട്ടിൽ മീൻ വിൽക്കുന്ന ഒരു മീൻ കച്ചവടക്കാരനുണ്ട്. അയാളോട് എന്ന് ചോദിച്ചു, മാമ, ഈ മണ്ടത്തരമൊക്കെ മാറി ബുദ്ധിമാനാകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ അയാൾക്ക് കാര്യം പിടികിട്ടി, ഈ പയ്യൻ മണ്ടനാണ്, അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ പയ്യനെ ഒന്ന് മുതലാക്കണം എന്ന് വിചാരിച്ച് അയാൾ പറഞ്ഞു, ബുദ്ധി വയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടാകാൻ ദിവസേന മീൻ തല തിന്നാൽ മതി. സാധാരണ മീനിൻ്റെ തലയും പാലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. നടുക്കുള്ള പോർഷനാണ് മനുഷ്യർ കഴിക്കുന്നത്, ഞാനല്ല, മത്സ്യം ഭക്ഷിക്കുന്നവർ. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ സ്വാമിക്ക് നല്ലപോലെ അറിയാമല്ലോ, അപ്പോൾ വീട്ടിൽ ഡെയിലി മീൻ വെട്ടുന്നുണ്ടല്ലേ, അങ്ങനെ വിചാരിക്കരുത്. തലയും പാലും കണ്ടിച്ച് കളയും. അതാണ് നടുക്കുള്ള ഭാഗം മാത്രമാണ് സാധാരണ മനുഷ്യർ ഭക്ഷിക്കുന്നത്. അപ്പോൾ
മുറിച്ച് മാറ്റുന്ന ആ മീൻ തല കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മീൻതല കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ മീൻതല കൊണ്ടുവരാം, അതിന് ഈ പയ്യൻ ദിവസേന കാശ് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ആർക്കും വേണ്ടാത്ത മീൻതല ഈ പയ്യന് വിറ്റ് അയാൾ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ കാലം ഈ മീൻതല ഈ പയ്യൻ തിന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ കാരണവശാൽ ഈ പയ്യന് ഈ മീൻകാരൻ തന്നെ പറ്റിക്കുകയാണ് എന്നുള്ള ഒരു വിചാരം ഉണ്ടായി. ഇയാൾ നമ്മെ പറ്റിക്കുകയാണല്ലോ. ഒരു ദിവസം മീൻകാരൻ വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലം എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? അതെന്താന്ന്? ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, മീൻതല ഇങ്ങനെ പുറത്ത് കളയുകയാണ്, കട്ട് ചെയ്ത് പുറത്ത് കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ മീൻതല കാശിന് എനിക്ക് തന്ന് ഇത്രയും കാലം നിങ്ങൾ എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേ എന്ന്. അതിനാ മീൻകാരൻ പറഞ്ഞു, കണ്ടോ കണ്ടോ, മീൻതല തിന്നപ്പോൾ ബുദ്ധി വന്നത് കണ്ടോ. മീൻതല തിന്നത് കൊണ്ടല്ല ആ ബുദ്ധി, ആ പയ്യന് ഒരു വെളിപാടുണ്ടായി, അറിവുണ്ടായി. അത് മീൻതല തിന്നത് കൊണ്ടല്ല. പക്ഷേ വീണടത്ത് വിദ്യ എടുത്തു ആര്? ആ മീൻ കച്ചവടക്കാരൻ. കണ്ടോ കണ്ടോ, മീൻതല തിന്നാൽ ബുദ്ധി വരുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധി വന്നത് കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണിത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ആരെയും ഒന്നിനെയും നമുക്ക് നന്നാക്കാനില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മളല്ലാതെ, നമ്മുടെ ഉള്ളിലെ ഞാനായി പ്രകാശിക്കുന്ന ആത്മാവല്ലാതെ മറ്റൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. മറ്റൊന്ന് ദ്വൈതം എന്നുള്ളത് ഭ്രമം മാത്രമാണ്. അജ്ഞാനം ഉള്ളപ്പോൾ മാത്രമാണ് മറ്റൊരാളെ നന്നാക്കണം, സമൂഹത്തെ ഉദ്ധരിക്കണം. ആൾക്കാരൊക്കെ ദുരാചാരികളായി മാറിയിരിക്കുന്നു. ഇവർക്കൊക്കെ നല്ല വഴി കാണിച്ചു കൊടുക്കണം, ഇവരെയൊക്കെ ഉദ്ധരിക്കണം. ഈ വിചാരമെല്ലാം അജ്ഞാന ദശയിൽ മാത്രമാണ്. അറിവുണ്ടാകുമ്പോൾ ഇവിടെ ഒന്നും നന്നാക്കാനില്ല. ഉള്ളത് പണ്ടേക്ക് പണ്ടേ നല്ലതായ ഒന്നാണ്. അത് നല്ലതാണെന്ന് മാത്രമല്ല, ശ്രേഷ്ഠമാണ്. അതിനെ ഇനി ഒന്നും ആരും നന്നാക്കാനില്ല. ഇതാണ് ഒരു ജ്ഞാനിയുടെ അനുഭവം. ഈ തത്വബോധത്തോടു കൂടി സമൂഹത്തെ നന്നാക്കാൻ ശ്രമിച്ചോളൂ. പക്ഷേ ഇവിടെ നന്നാക്കാൻ ഒന്നുമില്ല എന്നുള്ള അറിവ് ഉള്ളിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? ജീവിതം നിരാശയിൽ അവസാനിക്കും. ബാലകൃഷ്ണ സാർ എപ്പോഴും പറയും ബാബ ആംതയുടെ കഥ. ലോകത്തിൽ നിന്ന് കുഷ്ഠരോഗത്തെ തുടച്ചു മാറ്റാൻ വേണ്ടി ജീവിത അവസാനം വരെ ശ്രമിച്ച ഒരു സദാത്മാവായിരുന്നു ബാബ ആംതെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിതാ ഈ സമൂഹത്തെ സേവിക്കാൻ പറ്റുന്നില്ല. എത്രയോ കുഷ്ഠരോഗികൾ ഇപ്പോഴും ബാക്കി കിടക്കുന്നു. എൻ്റെ ശരീരം തളർന്നു പോയി. ഞാൻ എന്തു ചെയ്യും? ഇവരെ ആര് ശുശ്രൂഷിക്കും? ഇങ്ങനെ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു. ഇതിനാണോ ഒരാൾ സാമൂഹ്യ പ്രവർത്തനം നടത്തേണ്ടത്? ദുഃഖിക്കാനാണോ?